ദൈവത്തിന്റെ പരിശുദ്ധമായ നാം എടുത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. സമാഗമന കൂടാരത്തെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമാഗമന കൂടാരത്തിന്റെ അതിന്റെ വിശുദ്ധ മന്ദിരം, അതിന്റെ പലകകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. തിരുനിവാസത്തെ മൂടിക്കൊണ്ട് മൂടുശീലകളുണ്ടെന്നും ആ മൂടുശീലകൾ ഉണ്ടാക്കേണ്ടതായ നൂലുകളുടെ പ്രത്യേകതയും നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. 4 വിധ നൂലുകൾ കൊണ്ടാണ് ആ മൂടുശീല ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 4 നിറങ്ങളെയും ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് എന്നും നമ്മൾ കാണുവാനായിട്ടിടയായി. അതിന്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ ആ നൂലുകളുടെ നിറം റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ നൂലുകളാൽ നെയ്യപ്പെട്ടതായ മൂടുശീല, ആ മൂടുശീലകളാൽ തിരുനിവാസത്തിന്റെ മുകൾ ഭാഗം അത് മൂടപ്പെട്ടിരിക്കുമ്പോൾ ആ തിരുനിവാസം പുറമേ നിന്ന് കാണുന്നതായ ഒരു വ്യക്തി ആ മൂടുശീലകളുടെ പ്രത്യേകമായ നിറങ്ങളാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് ആ തിരുനിവാസം മരുഭൂമിയിൽ അവരുടെ പാളയത്തിന്റെ നടുക്ക് അവര് നിവർത്തുമ്പോൾ ആ പാളയത്തിൽ എവിടെ നിന്ന് നോക്കിയാലും അവരുടെ ദൃഷ്ടിയിൽ they can see the tabernacle as it is. ആ ടെബർനാക്കിളിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന ഈ മൂടുശീലകൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ 4 കളറും എടുത്തു കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ ദൃഷ്ടിയിൽ പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ പാളയത്തിന്റെ നടുക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം, വരുവാനിരിക്കുന്നതായ മിശിഹായുടെ സാന്നിധ്യം ആ പാളയത്തിന് നടുക്ക് അവർക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അറിയേണ്ടതിനും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിനും അവര് പ്രാകാരത്തിനുള്ളിലേക്ക് വന്ന് പ്രാകാരത്തിലെ കാര്യങ്ങൾ ചെയ്ത് പുരോഹിതന്മാർ തിരുനിവാസത്തിലേക്ക് കിടക്കും. ഇത് ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. എന്നാൽ ഇസ്രായേൽ മക്കളല്ലാത്ത ഒരു വലിയ ജാതി ആ പാളയത്തിന് പുറത്തുണ്ട്. അല്ലെങ്കിൽ ലോകജനം പാളയത്തിന് പുറത്താണ്. അവർക്ക് പ്രാകാരത്തിലേക്ക് കടന്നു വരുവാൻ പ്രമാണമില്ല. പ്രാകാരത്തിലേക്ക് കടന്നു വരുവാൻ പ്രമാണമില്ലാത്തത് കൊണ്ട് തിരുനിവാസത്തിലേക്ക് അവർക്ക് എത്തി നോക്കുക പോലും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ അവരെത്ര വിദൂരതയിൽ നിന്ന് നോക്കിയാലും ഈ 4 നിറങ്ങളോട് കൂടിയ പുറമൂടികൾ അവർക്ക് ദൃശ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ തിരുനിവാസം ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിന്റെ നടുവിൽ കാണുമ്പോ അവരതെന്താണെന്ന് അന്വേഷിക്കും. എന്താണെന്ന് അന്വേഷിക്കുമ്പോ ഇസ്രായേൽ മക്കൾക്ക് പറയുവാനുള്ളത്, ഇത് ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നതായ കൂടാരമാണ്. ക്രിസ്തു അവർക്ക് മറവായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അവരെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന മോശയെ പോലുള്ള ഒരു പ്രവാചകനെ കുറിച്ച് അവർക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ പ്രത്യാശ മുഴുവനും തങ്ങളെ വീണ്ടെടുക്കുവാൻ കടന്നു വരുന്ന ആ മിശിഹായിലേക്ക് തിരിയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, അവർക്ക് ആ പ്രസന്റ് സിറ്റുവേഷനിൽ അറിവില്ലെങ്കിലും ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ആ പാളയത്തിന്റെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ് ആ പുറമൂടികളുടെ രഹസ്യം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് നാം ഈ മരുഭൂമിയിലെ യാത്രക്കാരാണ്. നമ്മുടെ മരുഭൂമി എന്ന് പറയുന്ന അക്ഷരീകമായ മരുഭൂമി അല്ല. പിന്നെയോ ഈ ലോകയാത്രയിൽ നമ്മുടെ
കർത്താവിന്റെ ആ കൂടാരത്തോട് അല്ലെങ്കിൽ മരണവാതിലിനോട് അടുക്കുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് നാം സമീപിക്കുന്നത് വരെ, ജനനം മുതൽ അതുവരെയുള്ളതായ ജീവിതമാണ് നമ്മുടെ ഈ ലോകത്തിലെ യാത്ര. അത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയോടെയാണ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർ നേരിട്ടതായ ആ ചെങ്കടൽ കടക്കുന്നത് മുതൽ, അല്ല, മിസ്രൈമിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവർ യാത്ര പുറപ്പെടുന്നത് മുതൽ കനാൻ ദേശത്തെത്തുന്നത് വരെയുള്ളതായ നീണ്ട 40 വർഷത്തെ യാത്രയുടെ വിവരണങ്ങൾ, ആ യാത്രയിൽ ദൈവം അവരെ സഹായിച്ചത്, ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ, അതിന് പകരം ദൈവത്തോട് അവർ ചെയ്തതായ പ്രതികരണങ്ങൾ, ദൈവത്തെ അനുസരിച്ചതായ ചില സന്ദർഭങ്ങൾ. എന്നാൽ മെജോറിറ്റി ദൈവത്തിന് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ കോപം പിടിച്ചു വാങ്ങിയതായ അവരുടെ തോൽവികൾ, അവരുടെ പിറുപിറുപ്പുകൾ, അവരുടെ മത്സരങ്ങൾ, അവരുടെ അവിശ്വാസങ്ങൾ എല്ലാം തിരുവചനത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നിരത്തി രേഖപ്പെടുത്തിയവാൻ കാരണം അവർക്ക് സംഭവിച്ചതായ വിജയങ്ങളും അവർക്ക് സംഭവിച്ചതായ പരാജയങ്ങളും ഒരുപോലെ ആ യാത്രയിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുവാൻ കാരണം നമ്മുടെ യാത്രയിൽ നമുക്ക് ആത്മീകമായി നേരിടുവാനിരിക്കുന്നതായ പ്രതിസന്ധികളുടെ ഒരു നിഴലാണ് എന്ന് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ 1-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ മധ്യത്തിൽ സംഭവിച്ചതായ ഓരോ കാര്യങ്ങൾ പൗലോസ് എടുത്തു പറഞ്ഞിട്ട് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുകയാണ്. അവർക്ക് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ലിറ്ററലി വാട്ട് ദേ ഹാവ് ഫേസ്ഡ്, അത് സ്പിരിച്വലി നാം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സന്ദർഭവും നമ്മുടെ വർത്തമാനകാലം, നമ്മുടെ പ്രസന്റ് ലൈഫിൽ നാം അനുഭവിക്കുന്നതായ, നാം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, നാം ഫേസ് ചെയ്യുന്നതായ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്കെതിരായി കടന്നു വരുമ്പോ നമ്മൾ അത് ഓർത്ത് ഭയപ്പെട്ടു നിൽക്കാനല്ല, അതിനോട് താരതമ്യപ്പെടുത്തുന്ന ഇസ്രയേലിന് സംഭവിച്ചതായ ലിറ്ററൽ പ്രോബ്ലംസ് നമ്മൾ നോക്കുകയാണ് തിരുവചനത്തിൽ. ആ ലിറ്ററൽ പ്രോബ്ലം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കാരണം എന്താണ്? ആ കാരണങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? അവരതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? നമ്മൾ അതെങ്ങനെ ഫേസ് ചെയ്യണം? അവരത് എങ്ങനെ ഓവർകം ചെയ്തു? നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവരാ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. നമ്മൾ ആ പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കാൻ മുന്നമേ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഒരു വാണിംഗ് ആയി തന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ദൈവവചനം നമുക്ക് മാർഗദർശിയായി തീരുന്നത്. ഒരു വിഷയം, ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോ, ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി മുമ്പിൽ കടന്നു വരും, ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ സാമർഥ്യം കൊണ്ട് ഒരു വിഷയം തരണം ചെയ്യാൻ കഴിഞ്ഞേക്കാമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് കൊണ്ട് അത് ഓവർകം ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും അതിന് റിസംബിൾസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് നിഴലായിട്ട് ദൈവത്തിന്റെ ജനം ഫേസ് ചെയ്ത കാര്യങ്ങളുണ്ട്. എന്തിനാന്നറിയാമോ? ക്രിസ്തുവിനെ അവർക്ക് മറവായി വെച്ചത്. റോമാലേഖനം വായിക്കുമ്പോ താൽക്കാലികമായി അവർക്ക് കാഠിന്യം സംഭവിക്കാൻ കാരണം എന്താണ്? വരുവാനിരിക്കുന്നതായ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്താതെ, പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് പോലെ അവരുടെ ചെവി അടപ്പിച്ച്, അവരുടെ കണ്ണ് കുരുടാക്കി, അവരെ മന്ദബുദ്ധികളാക്കി കുറച്ചു നാളത്തേക്ക് മാറ്റാൻ കാരണം വരുവാനിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത നമ്മൾക്കുള്ളതായ മാർഗദർശികളായിട്ടാണ്.
മനസ്സിലാക്കണം. അപ്പോ തിരുവചനം പഴയ നിയമം തന്നിരിക്കുന്നത് പുതിയ നിയമത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത, ആത്മീകമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത വിഷയങ്ങളെ ലിറ്ററലി മനസ്സിലാക്കിയിട്ട് അതിനെ സ്പിരിച്വലി കൺവേർട്ട് ചെയ്ത്, ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് അതിനെ ആ സ്പിരിച്വൽ മെത്തേഡിൽ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലെന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ക്രിസ്തു അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് മനസ്സിലായില്ല. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ഓരോന്നും അവരുടെ നടുവിലുണ്ടായിരുന്നു, അവർക്കത് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരം അവർ പോകുന്നിടത്തെല്ലാം അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്, അവർ അതിനെ എടുത്തുകൊണ്ട് പോകുകയാണ്. പാളയമടിക്കുവാനായി അവരുടെ മുകളിലുള്ളതായ മേഘം നിൽക്കുമ്പോ ആ മേഘം നിൽക്കുന്നതിന്റെ താഴെ അവർ ആദ്യം സമാഗമന കൂടാരം നിവർത്തും. സമാഗമന കൂടാരം നിവർത്തിയിട്ട് അതിന്റെ 4 ദിക്കുകളിലായി, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് 4 ദിക്കുകളായി 3 ഗോത്രങ്ങൾ വീതം പറഞ്ഞിരിക്കുന്നത് പോലെ മിലിറ്ററി സിസ്റ്റം അനുസരിച്ച് അവർ പാളയമടിക്കും. ഇതാണ് അവരുടെ യാത്രയുടെ സ്വഭാവം. അപ്പൊ ആ സമാഗമന കൂടാരത്തിന്റെ ദൂരെ നിന്ന് നോക്കിയാലുള്ളതായ അപ്പിയറൻസ് ആണ് നമുക്ക് ഈ കാണുവാൻ കഴിയുന്നത്. Tabernacle is nothing but Christ himself in the midst of the people of Israel. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഒരു തടി കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഒക്കെ എങ്ങനെയൊക്കെയോ മറച്ചെടുത്തതായ ഒരു കൂടാരം എന്നല്ല. അത്യുന്നതനായ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടെടുപ്പുകാരനായ മിശിഹ അവരുടെ പാളയത്തിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള ആ വലിയ ദൂതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് പലകകളെ കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായി. ആ പലകകൾ എങ്ങനെയാണ് എന്ന് നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു എന്നാണ്, ചിന്തിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് ഓർമ്മയില്ല, എതുവരെ എടുത്തു എന്നുള്ള കാര്യം എനിക്കും ഓർമ്മയില്ല. പലകയുടെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. പ്രൈസ് ദി ലോർഡ്. ആ പലകകളുടെ ഉണ്ടാക്കിയ പലക എടുത്തിരിക്കുന്നത് കതിരമരത്തിൽ നിന്നാണ്. ആ കതിരമരത്തിന്റെ വിവിധ ഗുണങ്ങൾ നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. ആ സമാഗമന കൂടാരത്തിന്റെ ആ പലകകളുടെ എണ്ണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. തെക്ക് ഇത്ര പലകകൾ, വടക്ക് ഇത്ര പലകകൾ, അതിന്റെ പടിഞ്ഞാറ് ഇത്ര പലകകൾ, മൂലയ്ക്കുള്ളതായ പലകകൾ എല്ലാം കൂടെ കൂട്ടി 48 പലകകളാണ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരിക്കും. ഞാനത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിന്തിച്ചത് ഈ പലകകളെ തമ്മിൽ മരുഭൂമിയിൽ നിർത്തുന്ന വിധമാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പലകകൾ തമ്മിൽ ചേർന്നിരിക്കത്തക്കതായ വിധത്തിൽ എൽ ഷേപ്പിലുള്ളതായ ഗ്രൂ ഈ പലകകളുടെ സൈഡിൽ കുത്തിയിരിക്കും. ഇപ്പൊ 2 പലകകൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ ആ പലകകൾക്കിടയ്ക്ക് അല്പം പോലും വിടവില്ലാത്ത രീതിയിൽ ഈ പലകകൾ ചേർന്നിരിക്കും. ഇനി ഈ പലകകൾ എങ്ങനെയാണ് മരുഭൂമിയിൽ ഉറപ്പിക്കുന്നത്? പലകകൾ മരുഭൂമിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി താഴെ, പലകകൾക്ക് താഴെ അവരൊരു സപ്പോർട്ട് ഉണ്ടാക്കും. ഞാൻ ആ സപ്പോർട്ട് എന്ന് പറഞ്ഞു പോകുകയാണ്, ബിബ്ലിക്കൽ ലാംഗ്വേജിൽ അതല്ല. സപ്പോർട്ട് ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്നതായ സപ്പോർട്ടിങ് പ്ലാറ്റ്ഫോമിൽ, ചെറിയ പ്ലാറ്റ്ഫോമാണ്, ആ ഉണ്ടാക്കുന്നതായ ആ വുഡൻ പ്ലാറ്റ്ഫോമിൽ ഈ നടുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് പോലെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ബോൾ ആൻഡ് സോക്കറ്റ് പോലെ ഉള്ളതായ ഒരു ഘടകം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ആ പലകകൾ, ആ സപ്പോർട്ടിങ് പലകകളുടെ മേൽ കുഴികൾ ഉണ്ടായിരിക്കും. ഓരോ പലകയിലും 2 കുഴികൾ വെച്ച് ആ പലകയിൽ 2 കുഴികൾ ഉണ്ടാക്കും.
ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, നമ്മള് കിച്ചണിലെ ഇഡലി തട്ട് കണ്ടിട്ടില്ലേ? ആ ഇഡലി തട്ടെടുത്തു കഴിഞ്ഞാൽ ഇഡലി തട്ടിന്റെ മുകളിൽ കുഴികൾ ഉള്ളതുപോലെ ഈ പലകയിൽ രണ്ടറ്റത്തായിട്ട് രണ്ട് കുഴികൾ. അങ്ങനെ ഓരോ പലകയ്ക്കും നേരെ നിൽക്കുന്നതായ പലക ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ഓരോ പലകയ്ക്കും ഓരോ സപ്പോർട്ട് കാണും. ഈ സപ്പോർട്ടില് രണ്ടറ്റത്തും ഈ രണ്ട് കുഴികൾ കാണും. ഈ കുഴികളിൽ ചേർന്നിരിക്കത്തക്ക വിധത്തിൽ പലകയുടെ ഈ നിവർത്തി നിൽക്കുന്നതായ പലകയുടെ അടിയിൽ ഗോളാകൃതിയിലുള്ളതായ കുമിൾ ഉണ്ടായിരിക്കും. ഓരോ പലകയും എടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇരിക്കുന്നതായ പലക, ഈ പലകയുടെ ഈ രണ്ട് ഭാഗത്തും രണ്ട് ഗോളാകൃതിയിലുള്ളതായ അർദ്ധ ഗോളാകൃതി അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ രൂപത്തിലുള്ളതായ രണ്ട് ബോൾ ഉണ്ടായിരിക്കും. അപ്പോ ഓരോ പലകയുടെ അടിഭാഗത്ത് ഓരോ ഗോൾ ഉണ്ടായിരിക്കും. ഈ പലകയ്ക്ക് താഴെ വെക്കുന്നതായ ആ പലകയുടെ മുകളിൽ രണ്ട് കുഴികൾ ഉണ്ടായിരിക്കും. അപ്പൊ പലക എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പലകയുടെ ഈ രണ്ട് ഗോളങ്ങളും താഴെയുള്ളതായ സപ്പോർട്ടിംഗ് പ്ലാങ്കിന്റെ മുകളിൽ കുത്തിയിരിക്കുന്നതായ കുഴികളിൽ ചേർന്നിരിക്കും. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ പലരും എഞ്ചിനീയറിംഗിന്റെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ല. ഈ പലകയുടെ താഴെയുള്ളതായ ഗോളങ്ങൾ താഴെ വെച്ചിരിക്കുന്നതായ സപ്പോർട്ടിംഗ് പലകയുടെ മുകളിലുള്ളതായ ആ കുഴികളിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോ പലക എന്ത് ചെയ്യും? പലക ആ ബേസിൽ ചേർന്ന് നിൽക്കുവാനിടയാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പലക നിൽക്കുന്നത് പലകയുടെ ഒരറ്റത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് പ്ലാങ്കിന്റെ അറ്റത്തായിരിക്കും. മറ്റേ ഗോളം നിൽക്കുന്നത് അടുത്ത സപ്പോർട്ടിംഗ് പലകയുടെ ആദ്യത്തെ കുഴിയിലായിരിക്കും. അപ്പോ ഒരേ സപ്പോർട്ടിംഗ് പലകയുടെ മുകളിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ മരുഭൂമിയിലായതുകൊണ്ട് അത് മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പലകയിൽ ഒരു സപ്പോർട്ടിൽ രണ്ട് പലകയുടെ ഓരോ കോർണർ ഉറപ്പിച്ചു വെച്ചിരിക്കും. അപ്പൊ താഴെ വളരെ ബലവത്തായി നിൽക്കത്തക്ക വിധത്തിൽ ഈ പലകയ്ക്ക് നല്ല സപ്പോർട്ടായിരിക്കും താഴെ വെച്ചിരിക്കുന്നതായ ഈ സപ്പോർട്ടിംഗ് പലകയുടെ മുകളിൽ ഉള്ളതായ കുഴികളിൽ ചേർന്നിരിക്കുന്നതായ ഈ പലക. ഈ പ്രത്യേകതയുണ്ട്. താഴെ വെച്ചിരിക്കുന്നതായ പലക എന്ന് പറയുന്നത് കതിരമരം കൊണ്ടുള്ളതായ സപ്പോർട്ടിംഗ് പ്ലാങ്ക് ആണെങ്കിലും അതിനെ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കും. അപ്പം വെള്ളി സപ്പോർട്ടിന്മേലാണ് ഈ പലക നിൽക്കുന്നത്. വെള്ളി എന്തിനെ കാണിക്കുന്നറിയാമോ? വെള്ളി ബിബ്ലിക്കൽ ലാംഗ്വേജിൽ അത് റിഡംഷനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. ഈ പലക ഏതിന്മേലാണ് നിൽക്കുന്നത്? വെള്ളി സപ്പോർട്ടിന്മേലാണ് നിൽക്കുന്നത്, അഥവാ സിൽവർ സപ്പോർട്ടിന്മേലാണ് നിൽക്കുന്നത്. സിൽവർ മീൻസ് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഇറ്റ് ഈസ് റിഡംഷൻ. അങ്ങനെയെങ്കിൽ ഓരോ പലകയും നിൽക്കുന്നത് വീണ്ടെടുക്കുന്നതായ ബേസിലാണ്. പ്രൈസ് ദി ലോർഡ്. നാം എന്ന് പറയുന്നത് ഈ സമാഗമന കൂടാരത്തിന്റെ നിവരെ നിൽക്കുന്നതായ പലകയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനിടയായി. നമ്മൾ ഏതിന്മേലാണ് സപ്പോർട്ട്? പ്രൈസ് ദി ലോർഡ്. താഴെ വെച്ചിരിക്കുന്നതായ ആ സപ്പോർട്ടിംഗ് പ്ലാങ്കിന്മേലാണ്. സപ്പോർട്ടിംഗ് പ്ലാങ്ക് എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവർ ഡിനോട്ട്സ് ഇറ്റ് ഈസ് റിഡംഷൻ. അപ്പൊ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ പുറത്താണ്. എങ്ങനെയുള്ള വീണ്ടെടുപ്പ്? ആര് മൂലമുള്ളതായ റിഡംഷൻ? ക്രിസ്തു മൂലമുള്ളതായ വീണ്ടെടുപ്പിന്മേലാണ് നമ്മുടെ നിൽപ്പ്. ഇതാണ് സമാഗമന കൂടാരത്തിന്റെ പലകയുടെ ഒരു പ്രത്യേകത. ഇനി ഈ
പലക മരുഭൂമിയിൽ വെച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ തറയിൽ വെച്ചിരിക്കുന്നതായി ഉറപ്പിച്ചിരിക്കുന്ന ഈ വെള്ളി സപ്പോർട്ടിന്മേൽ ഓരോന്ന് ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഒരു പലകയോട് മറ്റേ പലക ചേർന്നിരിക്കത്തക്ക രീതിയിൽ അങ്ങനെ വെച്ച് പോകുകയാണ്. അപ്പൊ ഒരു പലക അടുത്ത പലകയോട് ചേർന്നിരിക്കുവാൻ പലകയുടെ സൈഡിലുള്ളതായ ഗ്രൂ സഹായിക്കുകയാണ്. ഒരു ഗ്രൂവിന്മേൽ അടുത്ത പലകയുടെ ഗ്രൂ ചേർന്ന് വരുമ്പോ ഇടയ്ക്ക് അല്പം പോലും ഗ്യാപ്പില്ലാത്തതായ വിധത്തിൽ പലക ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കും. ഈ പലക ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം, മരുഭൂമിയിൽ നിന്ന് വളരെ ശക്തിയുള്ളതായ കാറ്റ്, മണലും പൊടിയും ചേർന്ന് ശക്തിയുള്ളതായ കാറ്റടിക്കും. ഈ അടിക്കുന്നതായ കാറ്റിൽ അല്പം പോലും മാലിന്യം, അല്പം പോലും പൊടി അകത്ത് കടക്കാത്ത വിധത്തിൽ ഈ പലക ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കണം. ദൈവാലയത്തിന്റെ പലകകളായി അല്ലെങ്കിൽ സഭയുടെ പലകകളായി ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. പലകകൾ എവിടെ നിന്നാണ് വെട്ടിയെടുത്തേക്കുന്നത്? ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരാകർഷണവും ഇല്ലാത്തതായ കതിരമരത്തിൽ നിന്ന് വെട്ടിയെടുത്ത പലകകളാണ്. പ്രൈസ് ദി ലോർഡ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഉപയോഗവും ഇല്ല എന്ന് കരുതിയിരുന്നതായ നമ്മെ കർത്താവ് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, വെട്ടിയെടുത്തു. ആ കാട്ടിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് നമ്മെ വെട്ടിയെടുത്തിട്ട് അളവിൻ പ്രകാരം, വീതിയും നീളവും അളവിൻ പ്രകാരം വരത്തക്ക രീതിയിൽ അതിനെ മുറിച്ചെടുത്തു. എല്ലാ പലകയ്ക്കും അളവൊന്ന്. വലിയ മരത്തിൽ നിന്ന് വെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണത്തിന് അല്പം നീളം കൂടുവാനോ, ചെറിയ മരത്തിൽ നിന്ന് വെട്ടിയെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പലകയ്ക്ക് നീളം കുറയുവാനോ കഴിയുകയില്ല. എല്ലാ പലകയും ഒരുപോലെയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആലയത്തിൽ പലകകളായി ചേർത്ത് പണിയുവാൻ വെട്ടിയെടുത്തതായ പലകകളായ നമ്മെ ഒരേ അളവിനാലാണ് കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. വചനത്തിന്റെ ഒരേ അളവിനാൽ, ദൈവത്തിന്റെ നിർണയത്തിന്റെ ഒരേ അളവിനാൽ എല്ലാവർക്കും ഒരേ അളവാണ്, ഒരേ വിലയാണ്. ആലയത്തിലുള്ളതായ വിശ്വാസികൾക്കായാൽ, വിശ്വാസികളുടെ കാര്യത്തിൽ, ആലയത്തിൽ കടന്നു വരുന്നവരുടെ കാര്യത്തിൽ ദൈവം മുമ്പാകെ എല്ലാവർക്കും ഒരേ അളവാണ്. എല്ലാ പലകകളുടെ പ്രത്യേകത അത് വെട്ടിയെടുത്ത് ചീകി മിനുക്കി അതിന്റെ മുട്ടുകളും അതുപോലെ കതിരമരത്തിന്റെ പുറത്തുള്ളതായ ആകർഷണീയമല്ലാത്തതായ സകലവും നീക്കിക്കളഞ്ഞ് പരിവരുത്തതായ തൊലികളെല്ലാം തോടുകളെല്ലാം ചീകിക്കളഞ്ഞ് മിനുസമുള്ള പലകയാക്കിയിട്ട് ആ പലകയെ തനി തങ്കം കൊണ്ടങ്ങ് പൊതിയുകയാണ്. തങ്കം എന്തിനെ കാണിക്കുകയാണ്? നമ്മൾ നേരത്തെ അറിയാം, അത് ഡിവൈൻ ക്വാളിറ്റിയെ കാണിക്കുകയാണ്, അത് ഡിവൈൻ ക്യാരക്ടറിനെ കാണിക്കുകയാണ്, അത് ഡിവൈൻ മനോഭാവത്തെ കാണിക്കുകയാണ്. ഏത് പലക കണ്ടാലും ഒരുപോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. വെട്ടിയെടുത്തതായ, മിനുക്കിയെടുത്ത ആ തങ്കം കൊണ്ട് പൊതിഞ്ഞതായ പലകകളെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ആ പലകകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആലയം പണി നടക്കുന്നത്. ദൈവസഭ എങ്ങനെയാണ് പണിയപ്പെടേണ്ടത് എന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സമാഗമന കൂടാരം പണിയുവാൻ കൊടുത്തതായ ആ പണിയുടെ വിശദീകരണത്തിൽ നിന്ന് ദൈവസഭയുടെ സ്വഭാവം മനസ്സിലാക്കുക. പക്ഷേ ഇന്നത്തെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഈ പലകകളെല്ലാം വെട്ടിയെടുത്തത് ഒരേ സ്ഥലത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരേ മരത്തിൽ നിന്നാണെങ്കിലും ആലയത്തിലേക്ക് വന്നപ്പോ ചില പലകകൾക്ക് ഉയരം കൂടുതലാണ്. ചില പലകകളെ പ്രൈസ് ദി ലോർഡ് മനഃപൂർവമായി ഉയരം കുറച്ചു കളഞ്ഞു. ചില പലകകൾക്ക് വീതി കൂടുതലാണ്, ചില പലകകൾക്ക് വീതി കുറവാണ്. ചില പലകകൾ പ്രൈസ് ദി ലോർഡ് ഗ്രൂ ഉണ്ടെങ്കിലും അതിന്റെ സൈസ് വ്യത്യാസമായതുകൊണ്ട് ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നില്ല.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലകകൾക്കിടയിൽ വിടവ് വന്നു. പലകകൾക്കിടയിൽ വിടവ് വരുമ്പോ മറന്നു പോകരുത്, മരുഭൂമിയാണ്. മരുഭൂമിയിൽ ഇഴജന്തുക്കളുണ്ട്. വിഷമുള്ളതും അല്ലാത്തതുമായ ഇഴജന്തുക്കളുണ്ട്. ഈ ഇഴജന്തുക്കൾ ആ വിടവിൽ കൂടി അകത്തേക്ക് വരും. അകത്തേക്ക് വന്നാൽ അകത്ത് വളരെ വിലയുള്ളതായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതായ ഉപകരണങ്ങളുണ്ട് ആ ആലയത്തിനുള്ളിൽ. ആ ആലയത്തിന്റെ ഉള്ളിലെ ഉപകരണങ്ങളെ ഇത് കേടുവരുത്തും. ഉപകരണങ്ങൾക്ക് കേടുവന്നാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കുകയില്ല. ഫലത്തിൽ എന്തു സംഭവിക്കും? ആലയം ദൈവത്തിന്റെ തേജസ് ഇറങ്ങാതെ വണ്ണം ഉപയോഗശൂന്യമായി മാറ്റപ്പെടും. ദൈവത്തിന്റെ തേജസ് ഒരിക്കലും ഇറങ്ങാതെ വണ്ണം ആലയം വെറും ഒരു തടി കൊണ്ടുള്ളതായ ഒരു കൂടാരം മാത്രമായി ശേഷിക്കും. ഇങ്ങനെ ശേഷിച്ചതായ ഒരാലയമാണ് ഹെരോദാവിന്റെ ആലയത്തെ കർത്താവായ യേശുക്രിസ്തു കാണുവാനിടയായി തീർന്നത്. പ്രൈസ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പുതിയ നിയമസഭയെ സംബന്ധിച്ച് ദൈവത്തിന്റെ സഭ എന്നറിയപ്പെടണമെങ്കിൽ ഡിനോമിനേഷൻ അല്ല വിഷയം. ഡിനോമിനേഷൻ ഏതുമായിക്കൊള്ളട്ടെ, പ്രൈസലോ, പലകകളുടെ പ്രത്യേകതയാണ് വിഷയം. പലകകൾ എങ്ങനെയായിരിക്കണം? പലകകൾ ഒരേ അളവായിരിക്കണം. എല്ലാവരും രക്ഷിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കണം. എല്ലാവരും സ്നാനപ്പെട്ടവരായിരിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവരായിരിക്കണം. എല്ലാവരും വേർപാട് അനുഷ്ഠിക്കുന്നവരായിരിക്കണം. എല്ലാവരും ഡിവൈൻ ക്യാരക്ടർ നിറഞ്ഞവരായിരിക്കണം. ക്യാരക്ടർ ഡിസോർഡർ വരാൻ പാടില്ല. ആറ്റിറ്റ്യൂഡിനൽ സിൻ വരാൻ പാടില്ല. ഒരു പലക പറയുകയാണ്, എന്നെ അടുത്തു നിന്നാണ് വെട്ടിയെടുത്തത്, എനിക്കധികം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നിലധികം പണിയൊന്നും നടന്നില്ല, നിന്നെ പോലെ മുട്ടും അതുമല്ലെങ്കിൽ നിന്നെ പോലെ ഒത്തിരി പണിയൊന്നും എനിക്ക് എന്റെ മേൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഒരു പലകയ്ക്കും പറയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ചിരിക്കുന്ന അളവുകൾ എല്ലാ പലകയ്ക്കും ഒരുപോലെയാണ്. ഇതിലേതെങ്കിലും ഒരു പലക ദൈവം വെച്ചിരിക്കുന്ന അളവിൽ നിന്ന് വ്യത്യാസം വരികയോ ഞാൻ മറ്റവനിൽ നിന്ന് അല്പം ഉന്നതനാണെന്ന് പറഞ്ഞ് മറ്റേ പലകയേക്കാൾ ഔന്നത്യഭാവം കാണിക്കുകയോ ചെയ്താൽ ആ പലക മൂലം വിടവുകൾ ഉണ്ടാകും. ആ പലകകൾ മൂലം അസ്ഥിരതയുണ്ടാകും. ആ പലകകൾ മൂലം ദൈവാലയത്തിന്റെ ഭംഗിക്ക് വ്യത്യാസം വരും. ദേവാലയത്തിൽ നടക്കേണ്ടത് നടക്കുവാൻ കഴിയാതെ വരും. എന്തുകൊണ്ട് പുതിയ നിയമസഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ അളവനുസരിച്ച് പലകകൾ നിൽക്കാത്തത് കൊണ്ടാണ്. അഥവാ അളവനുസരിച്ചുള്ളതായ പലകകളെ അല്ല കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് വിവിധ അളവുകൾ മനുഷ്യൻ നിയമിച്ച വിവിധ അളവുകൾ കൊണ്ട് പലകകൾക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് ആലയത്തിന്റെ മനോഹാരിത നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോരകുത്തന്മാർ പറയുന്നത് പോലെ ഹല്ലേലൂയ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറയാൻ എന്താ കാരണം? പുറമേ നിന്ന് നോക്കിയാൽ പലകകളെല്ലാം ഒരേ അളവ് ഒരേപോലെ നിൽക്കുകയാണ്. വീണ്ടെടുപ്പെന്ന ആ ബേസിൽ പ്രൈസ് ദി ലോർഡ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതായ പലകകൾ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുകയാണ്. ഇനി ഈ പലകകൾ ഈ ബേസിൽ ഒന്നിനോടൊന്ന് ചേർത്ത് എത്ര പലകകളുണ്ട്? വടക്ക് വശത്ത് 20 പലക നിരന്ന് നിൽക്കുക, തെക്ക് വശത്തും 20 പലക നിരന്ന് നിൽക്കുക. പടിഞ്ഞാറ് ഭാഗത്ത് 8 പലകകൾ, മൂലയ്ക്കുള്ളതായ 2 പലകകൾ ഉൾപ്പെടെ 8 പലകകൾ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. മൊത്തം 20 20 40 8 48 48 പലകകളാണ് മൊത്തത്തിലുള്ളത്. ഈ 48 പലകകൾ ഇങ്ങനെ നിവർത്തി വെക്കുമ്പോ
ശക്തമായ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ പലകകളെല്ലാം കൂടെ മറിയുന്നതിന് പകരം ഏതെങ്കിലും ഒന്ന് രണ്ട് പലകകൾ മറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലകകൾ മറിയാതിരിക്കാൻ വേണ്ടി ഈ പലകകളുടെ ഒരറ്റത്ത് നിന്ന് നടുക്ക്, പലകയുടെ ഒത്ത നടുക്കായിട്ട് ഇങ്ങനെ രണ്ട് പലകകൾ ചേർന്നിരിക്കുകയാണ്. ഈ ചേർന്നിരിക്കുന്നതായ പലകകളുടെ നടുക്ക്, മുകൾ ഭാഗത്ത് നടുക്കായി ഒരു പലകയിൽ രണ്ട് കൊളുത്തുകൾ ഉണ്ടായിരിക്കും. വട്ടത്തിലുള്ളതായ കൊളുത്തുകൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കർട്ടൻ, ജനലിന്റെ ഒക്കെ കർട്ടൻ തൂക്കുന്നത് എങ്ങനെയാണ്? കർട്ടന്റെ റോഡ് അത് അറ്റം ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ വളയങ്ങൾ. എന്നതുപോലെ ഓരോ പലകയുടെ നടുക്കും രണ്ട് വളയങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഉണ്ടായിരിക്കും. ഈ പലക ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നടുക്കുള്ളതായ ഈ കൊളുത്തുകളെല്ലാം, അല്ലെങ്കിൽ ഈ വട്ടത്തിലുള്ളതായ ഒരു ഇരുമ്പ് റോഡ് കടന്നു പോകുവാൻ വലിപ്പമുള്ളതായ ആ കൊളുത്തുകളെല്ലാം ഒരേ ലൈനിലായിരിക്കും. ഈ ലൈനിൽ കൂടെ ഒരു ശക്തിയുള്ള വടി കൊണ്ട് അല്ലെങ്കിൽ കമ്പി കൊണ്ട് ഈ പ്ലാങ്കുകളെല്ലാം, ഈ പലകകളെല്ലാം യോജിപ്പിക്കും. ആ 20 അടി അല്ലെങ്കിൽ 20 പലകകളെയും ഒരുപോലെ ബന്ധിക്കുവാൻ കഴിയുള്ളതായ വലിയ ദണ്ണ് കൊണ്ട് അല്ലെങ്കിൽ വലിയ റോഡ് കൊണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ബന്ധിക്കും. അപ്പൊ നടുക്കുകൂടെ പോകുന്ന ഒരു വലിയ കമ്പിയുണ്ട്. ആ കമ്പി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയുള്ളതായ എല്ലാ പലകകളെയും ഒന്നിച്ച് ബന്ധിക്കുവാനായിട്ടിടയാകും. ഇനിയും മുകൾ ഭാഗത്ത് മധ്യത്തിൽ നിന്ന് ഇടത്തോട്ടുള്ളതായ 10 പലകകളെയും താഴെ വലത്തോട്ടുള്ളതായ 10 പലകകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് മുകൾ ഭാഗത്തും അടിഭാഗത്തും പകുതി വീതം വലിപ്പമുള്ളതായ 2 റോഡുകളും കാണും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പലകകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വലിയ ഒരു റോഡുണ്ട്. അതിന്റെ സപ്പോർട്ടിലാണ് എല്ലാ പലകകളും ചേർന്ന് നിൽക്കുന്നത്. ഈ വലിയ റോഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് നമുക്ക് തന്നിരിക്കുന്നതായ അപ്പോസ്തോലിക ഉപദേശമാണ്. ആ ഉപദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളതായ എല്ലാ പലകകളും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉപദേശത്തിൽ നിലനിൽക്കുന്നതായ വിശ്വാസികളാൽ ഉറപ്പുള്ളതായിരിക്കണം ദൈവസഭ. ഇനി ഈ പലക എങ്ങനെയാ നിൽക്കേണ്ടത്? നമ്മൾ വായിക്കുന്നു, പലകകൾ നിവരെ നിൽക്കേണ്ടതായ പലകകളാണ്. പലകകൾ എങ്ങനെ നിൽക്കണം? നിവരെ നിൽക്കണം. കാറ്റടിക്കുമ്പോ അകത്തോട്ട് വളയുന്ന പലകയാകരുത്. പടിഞ്ഞാറുനിന്ന് കാറ്റടിക്കുമ്പോ ഇടത്തോട്ട് മാറുന്ന അല്ലെങ്കിൽ വലത്തോട്ട് മാറുന്ന പലകയാകരുത്. കാറ്റിനനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ മാറാത്ത നിവരെ നിൽക്കുന്നതായ പലകയായിരിക്കണം. ഈ പലക ഒരു നല്ല സ്റ്റഡിയാണ് ദൈവ സഭയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച്. ഈ പലകയുടെ അളവ് ഒരുപോലെയാണ്. വെട്ടിയെടുത്തതെല്ലാം കതിരമരത്തിൽ നിന്നാണ്. അത് ചീകി ഉരുക്കുന്നതാണ്. അതിനുശേഷം തങ്കം കൊണ്ട് പൊതിയുന്നതാണ്. ഒരേ അളവാണ്. ചേർത്ത് നിർത്തുവാൻ ഗ്രൂവുള്ളതാണ്. താഴെ ഭൂമിയോട് ചേർന്ന് നിൽക്കുവാൻ കുമിളും അതുപോലെ കുഴിയുമുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നതായ ബേസിൻ അല്ലെങ്കിൽ സിൽവർ ബേസിന്മേലാണ് അത് നിൽക്കുന്നത്. ആ പലകകളെ തമ്മിൽ ഒന്നിനോടൊന്ന് ഇണയ്ക്കുവാൻ എന്തുണ്ട്? പലകകളെ തമ്മിൽ ബന്ധിക്കുന്ന അന്താഴങ്ങൾ, മലയാളത്തിൽ അതിന് അന്താഴങ്ങൾ എന്ന് പറയും. ഈ അന്താഴം മനസ്സിലാക്കേണ്ടതിന് ഇപ്പോഴത്തെ ഈ ജനറേഷൻ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ സമയത്ത്, ചെറുപ്പകാലത്ത്, ഈ കടകൾക്ക് വലിയ
സൂപ്പർ മാർക്കറ്റ്, ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റ് അല്ല, നാട്ടിലുള്ളതായ കടകളുണ്ട്. ഈ കടകൾ അടയ്ക്കുന്ന അല്ലെങ്കിൽ കടകളുടെ ഡോർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ളതായ നമുക്ക് ഇപ്പോൾ ഉള്ളതായ വലിച്ചിടുന്നതായ റോളിംഗ് ഷട്ടറോ അല്ലെങ്കിൽ കയറി ചെല്ലുമ്പോ സെൻസ് ചെയ്യുന്നതായ ഡോറൊന്നുമല്ല. അതിന് പകരം വളരെ വീതിയുള്ള 10 അടി വീതിയുള്ളതായ വാതിലാണ്. ആ വാതിൽ അടയ്ക്കാനായിട്ട് 1/2 അടി വീതം വീതിയുള്ള പലകകൾ ഉണ്ടാകും. ആദ്യം ഒരു പലക എടുക്കും, ആ പലക അങ്ങോട്ട് കയറ്റി വെക്കും, ഇത് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റും. വീണ്ടും ഒരു പലക അങ്ങോട്ട് കയറ്റി വെക്കും, അത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ആ പലക പോകാനുള്ളതായ താഴെ ഗ്രൂ ഉണ്ട്, അത് അങ്ങോട്ട് മാറ്റി വെക്കും. ഇങ്ങനെ പലകകൾ ഓരോന്നായിട്ട് വെച്ച് ഇപ്പുറത്തും അങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലും പലകകൾ വെച്ച് നടുക്കത്തെ പലക വെക്കുന്നതിന് മുമ്പ് ഈ പലകകൾ തമ്മിൽ ബന്ധിക്കേണ്ടതിന് വേണ്ടി ഒരു ഇരുമ്പ് റോഡുണ്ട്. ആ റോഡ് കൊണ്ട് ആ എല്ലാ പലകകളെയും ബന്ധിക്കും. അവസാനത്തെ പലകയിൽ ആ റോഡിന്റെ അറ്റത്തുള്ളതായ ഹുക്ക് ഇടാൻ വേണ്ടിയുള്ളതായ കൊളുത്തും കാണും. ആ കൊളുത്തും ഇട്ടിട്ട് ആ കൊളുത്തിൽ ലോക്കുമിട്ട് പൂട്ടി ആള് സ്ഥലം വിടും. അപ്പോ ആദ്യം എന്താ ചെയ്യുന്ന ചോദിച്ചു, ഈ പലകൾക്ക് അന്ന് നാട്ടിൽ പറയുന്നത് നിര എന്നാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ നിര എന്ന് പറയും. അപ്പൊ കടയ്ക്ക് നിരയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയുടെ ഡോറായിട്ട് അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രോസസ്സായിട്ട് ഈ പലകകൾ എടുത്തു വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒടുവിൽ ഈ പലകകളെ തമ്മിൽ ബന്ധിക്കുന്ന ഈ കൊളുത്തമിട്ടിട്ട് ആ കൊളുത്തിനോടുള്ളതായ ബന്ധത്തിൽ ലോക്കുമിട്ട് പൂട്ടി സ്ഥലം വിടും. അപ്പൊ അത് കട കുത്തിപ്പൊളിക്കാൻ ഇപ്പം പ്രയാസമുള്ള കാര്യം. കാരണം ഈ പലക നല്ല കട്ടിയുള്ള പലകയായതുകൊണ്ട് പെട്ടെന്ന് കുത്തിപ്പൊളിക്കാൻ പറ്റത്തുമില്ല. ഇതാണ് പണ്ടത്തെ കടകളുടെയൊക്കെ കാര്യങ്ങൾ. ഇപ്പോഴ് അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ കാണുവാനോ അല്ലെങ്കിൽ പറഞ്ഞാലൊട്ട് മനസ്സിലാക്കാനോ കഴിയത്തില്ല. നാട്ടിലെങ്ങാനും പോവുകയാണെങ്കിൽ പഴയ കടകളെ ഒന്ന് നോക്കിയാൽ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ബന്ധിക്കുന്നതായ കണക്റ്റിംഗ് ബാറിനെയാണ് എന്ത് പറയുന്നത്, അന്താഴങ്ങൾ എന്ന് പറയുന്നത്. അത് നല്ല കട്ടിയുള്ള ഉരുക്ക് കൊണ്ടുള്ളതായ ബാറായിരിക്കും. ഇവിടെ ഉരുക്കിന് പകരം അതും തങ്കം കൊണ്ടാണ് ഈ ബാർ ഉണ്ടാക്കുന്നത്. അപ്പോ സമാഗമന കൂടാരത്തിന്റെ പണിയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പണിയാൻ കർത്താവ് കൽപ്പന കൊടുത്തത്? മരുഭൂമിയിൽ പൊടി അകത്ത് കയറാതിരിക്കാൻ, വിഷജന്തുക്കൾ അകത്ത് കയറാതിരിക്കാൻ, വെളിയിൽ നിന്നുള്ളതായ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അകത്ത് കടക്കാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അകത്ത് ഇടയ്ക്കെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സമാഗമന കൂടാരത്തിന്റെ വാതിലിനോട് ചേർന്ന് വലതുവശത്ത് എന്തുകൊണ്ട്? കാഴ്ചയപ്പത്തിന്റെ മേശ ഇരിക്കുക. കാഴ്ചയപ്പത്തിന്റെ മേശയുടെ പുറത്ത് 6 വീതമുള്ള അടുക്കുള്ളതായ 12 അപ്പമുണ്ട്. വളരെ സൂക്ഷിച്ച് വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയത് അപ്പമാണ്. അത് എടുത്തു കളയാനുള്ള അപ്പമല്ല. 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അത് മാറ്റുമ്പോ പുരോഹിതന്മാർക്ക് ഭക്ഷണമായി തീരേണ്ടതായ, പുരോഹിതന്മാർക്ക് പോഷണമായി തീരേണ്ടതായ അപ്പമാണത്. ഏതെങ്കിലും ആ പലകയ്ക്കിടയ്ക്ക് വിടവുണ്ടായി വെളിയിൽ നിന്നുള്ളതായ കാറ്റ് അടിച്ച പൊടിയുമായിട്ട് അകത്ത് വന്നാൽ ഈ അപ്പത്തിന്റെ പുറത്ത് പൊടിയാകും. പിന്നെ പുരോഹിതന്മാർക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. പുരോഹിതന്മാർക്ക് പോഷണമായി തീരേണ്ട, പുരോഹിതന്മാരുടെ ആരോഗ്യം നിലനിർത്തേണ്ട ഈ അപ്പം അവർക്ക് നഷ്ടപ്പെടുകയാണ്. മറുഭാഗത്ത് ഓപ്പോസിറ്റ് എന്തുകൊണ്ട്? 7 വിളക്കുകൾ, 7 കവരങ്ങൾ ഉള്ളതായ കവരവിളക്കുണ്ട്, തങ്കവിളക്കുണ്ട്. അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചെടുത്തതായ ഒലിവെണ്ണ ഒഴിച്ച് ആ 7 തിരികളും വളരെ ശക്തിയോടെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആലയത്തിനുള്ളിൽ പ്രകാശം കൊടുക്കുന്നത്. കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ വിടവിൽ കൂടെ വരുന്നതായ കാറ്റ്, ചെറിയ വിടവായാലും അടിക്കുന്നതായ കാറ്റ് നല്ല ഫോഴ്സാണ്. ആ കാറ്റ് വന്നാൽ ആ വിളക്കിന്റെ തിരികൾ ഓരോന്നോരോന്നായി കിട്ടും. പ്രൈസ് ദി ലോർഡ്. മാത്രമോ ആ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതായ നിലവിളക്ക് പൊടി പിടിക്കും, ദീപങ്ങൾ അണയും. പ്രൈസ് ദി ലോർഡ്. ആലയത്തിനകം അന്ധകാരം കൊണ്ട് നിറയും. അവിടെ പ്രകാശത്തിന് പകരം ഇരുട്ട് നിറയും.
പറഞ്ഞതിന്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കണം. പലകകൾക്കിടയിൽ വിടവ് വന്നാൽ വചനത്താലുള്ളതായ പോഷണം നഷ്ടപ്പെടും. പലകകൾക്കിടയിൽ വിടവ് വന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നഷ്ടപ്പെടും. വിളക്ക് ജ്വലിക്കുകയില്ല, അന്ധകാരം വ്യാപിക്കും. അന്ധകാരം പാപത്തെയാണ് കുറിക്കുന്നത്. ആലയത്തിനുള്ളിൽ പാപം നിറയും. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ദൈവസഭ. ഇത്രയും വലിയ ഗൗരവം ദൈവസഭയ്ക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുക്കം പേരെ മനസ്സിലാക്കാറുള്ളൂ. കാരണം സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ ആഴമായ പഠനം ഇല്ല എന്നുള്ളതാണ് ശരി. ആ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള ആഴമായ പഠനം അക്ഷരീകമല്ല, അത് സ്പിരിച്വൽ മീനിങ്ങോടുകൂടെ മനസ്സിലാക്കി അത് ദൈവസഭയിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അത് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇന്ന് പല സഭകൾക്കകത്തും അശുഭകരമായ കാര്യങ്ങൾ നടമാടുന്നതും വചനത്താലുള്ളതായ പോഷണം ആർക്കും ലഭിക്കാതെ അവർ ആത്മീകമായി വരണ്ടു പോകുവാനും കാരണം. ഞാൻ പറഞ്ഞ് അത് തൽക്കാലം അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ആലയത്തെ, സമാഗമന കൂടാരത്തെ പുറമേ നിന്ന് നോക്കുമ്പോ കാണുന്നതായ സ്ട്രക്ചറൽ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ദൈവസഭയെ നോക്കുമ്പോ, ദൈവം നോക്കുമ്പോ ഇതായിരിക്കണം അതിന്റെ സ്ട്രക്ചറൽ വ്യൂ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ സ്പിരിച്വൽ വ്യൂ, ആ അകത്തുള്ളതായ 4 ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 5ാമത്തെ ഉപകരണത്തിന്റെ പഠനം ഒടുവിൽ. ഇനി അടുത്തതായിട്ട് കടന്നു പോകുന്നത് ആ സമാഗമന കൂടാരത്തിന് മുമ്പിലുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധ നിവാസത്തിന് മുമ്പിലുള്ളതായ പ്രാകാരമാണ്. പ്രാകാരത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ആദ്യത്തെ ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായി. ആ കെട്ടിയടച്ചിരിക്കുന്നതായ ആ വലിയ ഏരിയയുടെ ഒരറ്റത്തായിട്ടാണ് ഈ കൂടാരം നിൽക്കുന്നത്. അതിന്റെ മുൻഭാഗം വളരെ ഒഴിഞ്ഞിരിക്കുന്നതായ ഭാഗമാണ്. ആ വെച്ചിരിക്കുന്നതായ തൂണിനകം അല്ലെങ്കിൽ ഗേറ്റിനുള്ളിലെ ഭാഗം കാണുന്നതായ വെളിയിലുള്ളതായ മുറ്റമാണെന്ന് നമുക്ക് പറയാം. ആ മുറ്റത്തേക്കാണ് ആര് കടന്നു വരുന്നത്? സാധാരണ ജനങ്ങളെല്ലാം കടന്നു വരുന്നത്. സാധാരണ ജനം അങ്ങനെ കടന്നു വരുമ്പോ, ഞാനത് ആ ഫിഗർ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. ഞാൻ ഏറ്റവും ആദ്യത്തേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നില്ല. ആ പ്രാകാരത്തിലേക്ക് കടന്നു വരുമ്പോ ആദ്യം കാണുന്ന ഒരു ഗേറ്റ് ഉണ്ട്. വീതിയുള്ള ഗേറ്റാണ്. ആ പ്രാകാരത്തിന്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കുകയില്ല, തുറന്നു കിടക്കുക. ആ പ്രാകാരത്തിന്റെ മുമ്പിൽ എന്ത് കാണുന്നറിയാമോ? ആ പ്രാകാരത്തിന്റെ മുമ്പിൽ വരുമ്പോ കാണുന്നതാണ് യാഗപീഠം. യാഗപീഠത്തിന്റെ ഷേപ്പ് ഏതാണ്ട് ഇതുപോലെയാണ്. ആ യാഗപീഠത്തിന്റെ അളവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ യാഗപീഠത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? യാഗപീഠത്തിന്റെ സ്ഥാനം പ്രാകാരത്തോട് ചേർന്നാണ് യാഗപീഠത്തിന്റെ സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അത് താമ്രയാഗപീഠമാണ്. പ്രാകാരത്തിന്റെ വാതിലിനോട് ചേർന്ന് അകത്തായിട്ട് അത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ അളവ് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ താമ്രയാഗപീഠത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. താമ്രയാഗപീഠം കതിരമരവും താമ്രവും കൊണ്ടാണ് പണിതിരിക്കുന്നത്. കതിരമരം ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ഇതിന്റെ നീളവും വീതിയും ഒക്കെ നമുക്ക് ആ വിവരണത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. യാഗപീഠം പണിയുന്നത് മെയ്ഡ് ഓഫ് അക്കേഷ്യ വുഡ്, എ ഡ്യൂറബിൾ വുഡ് സിഗ്നിഫൈങ് ക്രൈസ്റ്റ് ഇൻകറപ്റ്റബിൾ ഹ്യൂമാനിറ്റി ഓവർലെയ്ഡ് വിത്ത് ബ്രോൺസ് സിംബലൈസിങ് ജഡ്ജ്മെന്റ്. താമ്രം എന്ന് പറയുന്നത് 2 ലോഹങ്ങളുടെ മിക്സിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ആ 2 ലോഹങ്ങൾ ചേർന്ന് വലിയ
വലിയ ടെമ്പറേച്ചറുള്ള ഫർണസിൽ കൂടെ ഈ രണ്ട് മെറ്റൽസും ഒരുപോലെ കടത്തിവിട്ട് ആ രണ്ട് മെറ്റൽസിനെയും ഉരുക്കി ഒന്നായി ചേർക്കുന്നതാണ് താമ്രം അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് പറയുന്നതായ വസ്തു. ഈ രണ്ട് ലോഹങ്ങളെ അല്ലെങ്കിൽ രണ്ട് മെറ്റൽസും കൂടെ ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പോൾ ആ രണ്ട് മെറ്റൽസിന്റെയും കൂടെ സങ്കലനമായിരിക്കുന്ന ഈ ബ്രോൺസിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഒന്ന്, അതിന്റെ കാഠിന്യം കൂടും. രണ്ട്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റിന് ഒത്തിരി വ്യത്യാസം വരും. അപ്പൊ എത്ര വലിയ ഊഷ്മാവും അല്ലെങ്കിൽ എത്ര വലിയ ടെമ്പറേച്ചറും അഡോപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ളതായ ഒരു മെറ്റലായി, ഒരു വസ്തുവായി ഏത് മാറും? ഈ മിക്സഡ് മെറ്റൽ മാറ്റപ്പെടും, അഥവാ ഈ ബ്രോൺസ് മാറ്റപ്പെടും. ഈ ബ്രോൺസ് കൊണ്ടാണ് യാഗപീഠം പൊതിയുന്നത്. കതിരമരം കൊണ്ടാണ് യാഗപീഠം ഉണ്ടാക്കുന്നത്. ഈ കതിരമരത്തെ പൊതിയുന്നതോ ഈ ബ്രോൺസ് കൊണ്ടാണ് പൊതിയുന്നത്. പ്രൈസലോ, ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ലോഹങ്ങളുടെ സങ്കരം. ഇത് ഫർണസിൽ കൂടെ കടന്നു പോകുമ്പോൾ രണ്ടും ഉരുകി ചേരുന്നതാണ് ബ്രോൺസ് എന്ന് പറയുന്നതായ മെറ്റൽ. നമ്മുടെ ഈ യാഗപീഠം അക്ഷരാർത്ഥത്തിൽ താമ്രം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഡിവിനിറ്റിയും കർത്താവിന്റെ മനുഷ്യത്വവും ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന്റെ ആ കോപത്തിയിൽ കൂടെ അത് ഒന്നായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ യാഗപീഠമായി അത് മാറ്റപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ യാഗപീഠം എന്ന് മനസ്സിലാക്കണം. ഈ യാഗപീഠത്തിന്റെ അളവ് നോക്കിക്കേ. The altar was 5 cubits by 5 cubits. 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവും. 5 മുഴം നീളം, 5 മുഴം വീതി. നീളവും വീതിയും ഒരുപോലെ. ഏത് വശത്ത് നിന്ന് വന്നാലും, മുമ്പിൽ നിന്ന് വന്നാലും പുറകിൽ നിന്ന് വന്നാലും, ഇടത്തു നിന്ന് വന്നാലും വലത്തു നിന്ന് വന്നാലും അതിന്റെ മെഷർമെന്റ് ഒന്നാണ്. ആ മെഷർമെന്റ് എത്രയാണ്? 5 മുഴമാണ്. 5 എന്ന് പറയുന്നത് വേദപുസ്തക സംഖ്യ പ്രകാരം അത് കൃപയുടെ സംഖ്യയാണ്. 5 എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഗ്രേസ്. അപ്പോ ഈ യാഗപീഠം എന്ന് പറയുന്നത് കൃപയുടെ യാഗപീഠമാണ്. അത് എവിടെ നിന്ന് വന്നാലും, ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും ദൈവത്തിന്റെ കൃപ തുല്യമാണ്. ദൈവത്തിന്റെ കൃപയാണ് ആ യാഗപീഠം. ആ യാഗപീഠമാകുന്നതായ ക്രിസ്തുവിന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് നമ്മുടെ യാഗം. നാം ആകുന്നതായ യാഗവസ്തു സമർപ്പിക്കപ്പെടേണ്ടതും ഈ യാഗപീഠത്തിലാണ്. ഒരു ഇസ്രായേല്യൻ വെളിയിൽ നിന്ന് കടന്നു വരുമ്പോ അവനൊരിക്കലും വെറും കൈയായി കടന്നു വരുവാൻ പ്രമാണമില്ല. ആലയത്തിലേക്ക് വരുന്നവൻ ആ ലേവ്യ പുരോഹിത വർഗം ഒഴികെ ബാക്കിയുള്ള 11 ഗോത്രങ്ങളും വന്ന് നിൽക്കുന്നത് ആ പ്രാകാരത്തിലാണ്. പക്ഷെ ആ പ്രാകാര വാതിൽ കടക്കണമെങ്കിൽ അവന്റെ കയ്യിൽ എന്തോ വേണം? ഒരു യാഗവസ്തു വേണം. അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവൻ ധനവാനാണെങ്കിൽ പ്രീസനോ കാളയെയോ, അതിലല്പം കൂടെ കുറവാണെങ്കിൽ ആടിനെയോ കോലാടിനെയോ ചെമ്മരിയാടിനെയോ അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊണ്ടുവരണം. കാളയെ കൊണ്ടുവരുവാൻ അർഹതയുള്ളവൻ അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളവൻ പ്രാവും കുഞ്ഞുമായിട്ട് വന്നാൽ അതൊരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഓരോരുത്തര് കൊടുത്തിരിക്കുന്നതായ പ്രാപ്തിക്കൊത്തവണ്ണം ആ യാഗപീഠത്തിന്റെ അടുക്കൽ വരണം. ആ ഇസ്രായേല്യൻ ആദ്യം തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്നിട്ട് അവൻ നിശ്ചയിക്കണം, എനിക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും. അത് ദൈവവും അവനും തമ്മിലുള്ളതായ എന്തുവാണ്? മനോഭാവമാണ്. ദൈവത്തോട് മനുഷ്യനുള്ളതായ മനോഭാവം എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്.
ദൈവത്തോടുള്ളതായ ആറ്റിറ്റ്യൂഡ്. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ മറച്ചു വെക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് പ്രാവിനെ കൊടുക്കാനേ കഴിവുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളവൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആട്ടിൻകുട്ടിയെ കൊടുക്കുവാൻ എനിക്ക് കടം വാങ്ങിച്ചേ മതിയാവൂ. ഞാൻ കടം വാങ്ങിച്ച് ആട്ടിൻകുട്ടിയെ കൊടുക്കും എന്നുള്ളതായ മനോഭാവം വേണ്ട. പ്രാവിന് കൊടുക്കുവാനുള്ളതായ പ്രാപ്തിയെ നിനക്കുള്ളോ? നീ ആ പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ മതി. പക്ഷേ കാളയെ കൊടുക്കുവാൻ പ്രാപ്തി നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പ്രാവിൻ കുഞ്ഞിനെയല്ലേ കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്റെ അയലത്തുള്ളവൻ ആട്ടിൻകുട്ടിയല്ലേ കൊടുക്കുന്നത്, ഞാനെന്തിനാ കാളയെ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് അവന് കാളക്കൂട്ടങ്ങൾ ഉള്ളപ്പോൾ കാളക്കൂട്ടത്തെ മാറ്റി നിർത്തി ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ഒരു കുഞ്ഞാടുമായിട്ട് വരികയാണെങ്കിൽ അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല, അവനിലും പ്രസാദിക്കുകയില്ല, അവന്റെ യാഗത്തിലും പ്രസാദിക്കുകയില്ല. ഇതാണ് പഴയ നിയമ ആരാധനയുടെ ബേസ്. ആ പഴയ നിയമ ആരാധനയുടെ ബേസ് ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ പുതിയ നിയമത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം കഴിക്കുവാൻ കഴിയുകയുള്ളൂ. വേദപുസ്തകം തുറക്കപ്പെടുന്നത് തന്നെ അതുമായിട്ടുള്ള ബന്ധത്തിലല്ലേ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ പിന്നെ വായിക്കുന്ന വെരി ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4. അവിടെ നമുക്ക് വളരെ വിലയുള്ള ഒരു കാര്യം പാഠം പഠിക്കുവാനുണ്ട്. അതാണ് കയീന്റെയും ഹാബേലിന്റെയും യാഗം. അതാണ് മനുഷ്യന്റെ ആരാധനയുടെ ആദ്യം. ആ ആരാധനയാണ്. ആരാധന എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തോട് സമീപിക്കുമ്പോ, യാഗപീഠത്തോട് സമീപിക്കുമ്പോ, ആലയത്തോട് സമീപിക്കുമ്പോ മനുഷ്യന്റെ മനോഭാവം എന്തായിരിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഫസ്റ്റ് ലെസൺ അതാണ്. പ്രൈസലോ. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? കയീനും ഇളയവനായ ഹാബേലും ദൈവം മുമ്പാകെ യാഗം കൊണ്ടുവരികയാണ്. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. കയീന്റെ യാഗം മിൻഹാക്കായിരിക്കുമ്പോ ഹാബേലിന്റെ യാഗം എന്ന് പറയുന്നത് ബഖോറാക്കായി ദൈവം കണ്ടു. മിൻഹാക്ക് എന്താണ്, ബഖോറാക്ക് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പ്രൈസ് ദി ലോർഡ് ബേസ്ഡ് ഓൺ എന്താണ്? ആറ്റിറ്റ്യൂഡാണ്. ബേസ്ഡ് ഓൺ ആറ്റിറ്റ്യൂഡാണ്. വസ്തുവിന്റെ വിലയല്ല, വസ്തുവിന്റെ വലിപ്പമല്ല, വസ്തുവിന്റെ ഡ്യൂറേഷൻ അല്ല. അത് കൊടുക്കുവാൻ അവൻ കാണിച്ച, ഹാബേലും കയീനും കാണിച്ച ആറ്റിറ്റ്യൂഡാണ് ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്നെഴുതിയിരിക്കുന്നത്. കയീനിൽ ദൈവം പ്രസാദിച്ചില്ല എന്നെഴുതിയിരിക്കുന്നത്. കയീനിൽ പ്രസാദിക്കാത്തത് കൊണ്ടാണ് അവന്റെ യാഗത്തിൽ പ്രസാദിക്കാത്തത്. കയീനിൽ പ്രസാദിക്കാത്തതിന്റെ കാരണം മിൻഹാക്കാണ്. അവന്റെ ഹല്ലേലൂയ ആറ്റിറ്റ്യൂഡാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ വിഷയം. ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ അകത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയുമായി ആരാധിക്കുവാൻ ആലയത്തിലേക്ക് വരുന്ന യാഗവസ്തുവുമായി വരുന്നതായ വ്യക്തിയെ ദൈവം നോക്കുന്നത് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഒരു ഇസ്രായേലിൻ കടന്നു വരുമ്പോ അവൻ ആ യാഗവസ്തു കൊണ്ടുവന്ന് യാഗപീഠത്തിന്മേൽ സമർപ്പിക്കുക. യാഗപീഠത്തിന്മേൽ സമർപ്പിക്കുമ്പോ ആ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ ആ യാഗവസ്തുവിനെ എടുക്കും. എന്നിട്ട് അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന്, യാഗം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പുരോഹിതൻ അറിയാം. പുരോഹിതൻ അതിന്റെ നിയമപ്രകാരം തോലിരിക്കേണ്ടതിനെ തോലിരിക്കും, കീറേണ്ടതിനെ കീറും. പ്രൈസ് ദി ലോർഡ്.
പിളർക്കേണ്ടതിനെ പിളർക്കും, നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയും, കണ്ണമാക്കേണ്ടതിനെ കണ്ണമാക്കും. യാഗപീഠത്തിൽ നിന്ന് ഒന്നും വെളിയിൽ പോകാതെ എല്ലാം യാഗപീഠത്തിന്മേൽ ഹോമിക്കപ്പെടും. സമ്പൂർണ്ണ ഹോമയാഗം. പ്രൈസ് ദി ലോർഡ്. ആ സമ്പൂർണ്ണ ഹോമയാഗമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നിർവഹിച്ചത്. ഒന്നും ശേഷിക്കാതെ വണ്ണം. തന്റെ മഹത്വം ശേഷിച്ചില്ല, തന്റെ ദിവ്യത്വം ശേഷിപ്പിച്ചില്ല, തന്റെ കഴിവ് ശേഷിപ്പിച്ചില്ല, തന്റെ അധികാരം ശേഷിപ്പിച്ചില്ല. എല്ലാം നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ എല്ലാം നമുക്ക് വേണ്ടി തന്നു. സമ്പൂർണ്ണ ഹോമയാഗം നമുക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ചു. ആ ഹോമയാഗമാണ് സമാഗമന കൂടാരത്തിന്റെ മുമ്പിലുള്ളതായ യാഗപീഠത്തിൽ സമർപ്പിക്കേണ്ടത്. അതേ യാഗമാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് നമ്മോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ആ യാഗം, അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മുമ്പിൽ മനോഭാവം എന്താണ്? ആറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ളതായ ആറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ളതായ ആറ്റിറ്റ്യൂഡ് ശരിയായി സൂക്ഷിക്കാതിരുന്നാൽ മനുഷ്യനോടുള്ളതായ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ശരിയായി സൂക്ഷിക്കാൻ കഴിയത്തില്ല. അതാണ് കയ്യിന് സംഭവിച്ചത്. ദൈവത്തോടുള്ളതായ ആറ്റിറ്റ്യൂഡ് അവൻ നിസ്സാരമായി കണ്ടതുകൊണ്ട് സ്വന്തം സഹോദരനുള്ളതായ ആറ്റിറ്റ്യൂഡ് ഏതുമില്ലാതെ കണ്ടു. ഒടുവിൽ സഹോദര കൊലപാതകത്തിൽ അവസാനിക്കുകയും ആറ്റിറ്റ്യൂഡ് ഡിസോർഡറായ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവൻ വഴുതി ക്യാരക്ടർ ഡിസോർഡറിലേക്ക് വന്ന് ആ ക്യാരക്ടർ ഡിസോർഡർ സ്പിരിച്വൽ സിന്നിലേക്ക് അവനെ കൊണ്ടുപോകുവാനിടയായി. ക്യാരക്ടർ ഡിസോർഡർ, ക്യാരക്ടർ സിൻ, പിന്നെ അത് സ്പിരിച്വൽ സിന്നിലേക്ക് അവനെ എഴുതെളിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായി അവൻ ആട്ടിക്കളയപ്പെട്ടു. ഇത് പുതിയ നിയമ ആരാധനക്കാരുടെ ഒരു മാർഗദർശിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ആഴമായി മനസ്സിലാക്കിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാനത് വിശദീകരിച്ചത്. യാഗപീഠത്തിലെ യാഗം, അത് കഴിഞ്ഞിട്ട് ആ താമ്രത്തൊട്ടിയും കൂടെ മനസ്സിലാക്കി നമുക്ക് സമാഗമന കൂടാരം ക്ലോസ് ചെയ്യാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. 1 അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് ആ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും തമ്മിലുള്ളതായ റിസംബ്ലൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.